കെ ശൈലജ വാർത്തയോട് പ്രതികരിക്കാൻ. ശൈലജ ടീച്ചർ, ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളും പുറത്തേക്ക് വരികയാണ്. ജാമ്യത്തിൽ പൾസസിന് കൂടി പുറത്തേക്ക് വരുന്നതോടെ കേസിലെ മുഴുവൻ പ്രതികളും പുറത്ത് എന്നുള്ള അവസ്ഥയാണ്. വിചാരണ നടപടികൾ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്തു കൂടിയാണ് അവസാനത്തെ പ്രതിയും പുറത്തേക്ക് വരുന്നത്. പക്ഷേ വിചാരണ നീട്ടാൻ വേണ്ടി നടന്ന കാര്യങ്ങളെക്കുറിച്ച് കോടതിക്ക് ആശങ്ക ഉണ്ട്. അത് സുപ്രീം കോടതി സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ കേസിന്റെ ഭാവിയെ എങ്ങനെ കാണുന്നു ടീച്ചർ? ഇത് നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു കേസാണ്. കാരണം അത്ര നീചമായിട്ടുള്ള ആക്രമണമാണ് അതിജീവിതക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. അതും അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് നേരെ. അത് ആ കേസിൽ മാതൃകാപരമായിട്ടുള്ള ഒരു വിധി കോടതിയിൽ നിന്നുണ്ടായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ജാമ്യം കോടതി കൊടുത്തതിന്റെ വിഷയമായിട്ട് നമുക്കൊന്നും പ്രതികരിക്കാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാറുണ്ട്. പക്ഷേ ഈ കേസിന്റെ തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി കുറ്റവാളികൾക്ക് ശക്തമായ ശിക്ഷ കോടതിയിൽ നിന്ന് വിധിച്ചു കിട്ടാനും അതിനാവശ്യമായിട്ടുള്ള എല്ലാ കരുതലുകളും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കോടതിയോട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കോടതി വിധിക്കുന്നതല്ലേ. പക്ഷേ കോടതിയിൽ നിന്ന് വളരെ അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകും എന്ന് വെച്ചാൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വിചാരണ കോടതിയുടെ നടപടികളിൽ തന്നെ അതിജീവിത സംശയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ജഡ്ജിക്ക് എതിരെ പരാതി നൽകി, പക്ഷെ അത് ഹൈക്കോടതി ചെവികൊണ്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നിൽക്കുന്നു. വിചാരണ എങ്ങനെയാണ് വൈകുന്നത്? പ്രതിയുടെ അഭിഭാഷകനാണ് വൈകിക്കുന്നത്. പ്രതിയുടെ അഭിഭാഷകൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ 109 ദിവസമൊക്കെ വിസ്തരിക്കുന്ന സാഹചര്യം കൂടി കോടതിയിൽ കാണുകയാണ്. ഇതിലൊന്നും അസ്വാഭാവികത വിചാരണ കോടതിക്ക് തോന്നാത്തത് എന്തുകൊണ്ടായിരിക്കാം? അതാണ് ഞാൻ പറഞ്ഞത്. കോടതിക്ക് എന്താണ് തോന്നാത്തത് എന്നുള്ളത് നമുക്ക് അഭിപ്രായം പറയാൻ കഴിയുന്നില്ലല്ലോ. പല കേസുകളും ഒന്നുമല്ലാതായി പോകുന്നത് വിചാരണ നീണ്ടുപോകുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ വൈകി ലഭ്യമാകുന്ന നീതി നിഷേധത്തിന് തുല്യമാണ് എന്ന് നിയമജ്ഞരെല്ലാം പറയാറുണ്ട്. പക്ഷേ പല കേസുകളിലും ഇങ്ങനെ വൈകുന്നത് കൊണ്ട് നീതി നിഷേധിക്കുന്നതിന് സമമായിട്ട് അനുഭവം ഉണ്ടായിട്ടുള്ള ഒട്ടേറെ കേസുണ്ട്. വിതര കേസെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം വളരെ വളരെ വൈകി പിന്നെ അവസാനം ഈ കേസ് കൊടുത്തിട്ടുള്ള പെൺകുട്ടികൾ പോലും ഇനി വയ്യ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. നമ്മളെ നീതിന്യായ പീഠങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. തക്ക സമയത്ത് നീതി ഉറപ്പാക്കുക. അതല്ലാത്ത പക്ഷം ഈ ആക്രമിക്കപ്പെട്ടവർ വീണ്ടും വീണ്ടും ഇതിന്റെ പുറകെ പോയി ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതില്ലാതാക്കാൻ കോടതി ഇടപെടുമെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ പറയാനല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് ആ കാര്യം? പക്ഷേ പോരാടാൻ ഉറച്ച് നടപടികളുമായി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ധൈര്യം കാട്ടുന്ന അതിജീവിതമാർക്ക് എത്ര കാലം അങ്ങനെ സാധിക്കുമെന്നുള്ളൊരു മടുപ്പിന്റെ അവസ്ഥ കൂടി എത്തുകയില്ല. ഇപ്പോൾ 7.5 വർഷമായി ഈ പോരാട്ടം. അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ എത്ര സമയമെടുത്തു? അതിൽ ഇരയാകുന്ന വ്യക്തി അതിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തുന്ന രൂപത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുകയല്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. വിതര കേസുള്ള ഉദാഹരണമായിട്ട് പറയാൻ കാരണം അതാണ്. അങ്ങനെയുള്ള ഒരു കേസ് മാത്രമൊന്നുമല്ല, ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തോറ്റ് പിൻവാങ്ങരുത് ഈ കാര്യത്തിൽ എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് വളരെ നമ്മളെല്ലാം വളരെ അധികം ആശ്വസിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നേരിട്ട് പരാതി കൊടുത്തു. പലപ്പോഴും ഈ ആക്രമണമെല്ലാം ഉണ്ടായി കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിനുള്ള സാഹചര്യം ഒത്തുവരുമ്പോഴൊക്കെയാണ് പരാതി പറയുക. പക്ഷേ ഈ കേസിൽ ആക്രമണം ഉണ്ടായ ഉടനെ തന്നെ പരാതി പറയാൻ തയ്യാറായി എന്നുള്ളത് ഒരുപാട് ആളുകളെ ആശ്വസിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മറ്റു പെൺകുട്ടികൾക്കും ഒരു ധൈര്യം നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. അവരെന്തായാലും പിൻവാങ്ങില്ല, അത് ഉറപ്പാണ്. അവർ വളരെ ശക്തമായിട്ട് തന്നെ ഇതിന്റെ പുറകെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടത്. ദൈനംദിന ബന്ധമൊന്നും അവരുമായിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ്. ഒരു കാരണവശാലും പിന്മാറാതെ ശക്തമായിട്ട് കൂടെ നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം പിന്തുണ കൊടുക്കാം. എന്നാലും പറയുകയാണ്, ഇത് കേസ് എത്രയും പെട്ടെന്ന് തീർപ്പാക്കിയിട്ട് എന്തായാലും ഒരു തീരുമാനം എടുക്കണമല്ലോ കോടതിക്ക്. അതിന് ഇത്രയും വൈകിപ്പിച്ച് കൊണ്ടുപോകുന്നത് ശരിയല്ല. എന്തെങ്കിലും തീരുമാനം എടുക്കലല്ല ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാനും ആഗ്രഹിക്കുന്നത് പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭ്യമാകണം എന്ന് തന്നെയാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി കെ ശൈലജ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.